ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. മക്കളെ, ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ടീച്ചറമ്മ ഒരു കഥ പറയാം. മുല്ല നസറുദ്ദീൻ്റെ കഥ. ഒരു ദിവസം മുല്ല നസറുദ്ദീൻ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ എന്തോ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം അദ്ദേഹം അവിടെ എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അയലത്തുകാരൻ വന്നിട്ട് ചോദിച്ചു, മുല്ല, എന്താണ് നീ നോക്കുന്നത്? എൻ്റെ വീടിൻ്റെ താക്കോല് കളഞ്ഞുപോയി എന്ന് പറഞ്ഞു. അപ്പം പാവപ്പെട്ട അയൽക്കാരൻ വന്നിട്ട് അദ്ദേഹത്തോടൊപ്പം അവിടെ എല്ലാം നോക്കി. ഇവരെല്ലാം പരതി നോക്കുന്ന കണ്ടുകൊണ്ട് അതിലൂടെ പോയ കുറേ ആൾക്കാർ ചോദിച്ചു, ഇവിടെ എന്താ നടക്കുന്നത്? അങ്ങനെ അവർ കാര്യം പറഞ്ഞു. അവരും ഇദ്ദേഹത്തിനോടൊപ്പം അവിടെയൊക്കെ ഈ താക്കോല് പരതാൻ തുടങ്ങി. അങ്ങനെ പിന്നെ സമയം കടന്നുപോയി, മിനിറ്റുകൾ മണിക്കൂറുകളായി, എന്നിട്ടൊന്നും ഈ ഒരു താക്കോല് കിട്ടുന്നില്ല. അവസാനം ഈ വന്ന ആൾക്കാർ നസറുദ്ദീനോട് ചോദിച്ചു, മുല്ല, നിങ്ങൾ ശരിക്കും ഈ താക്കോല് ഈ ഭാഗത്ത് തന്നെയാണോ കളഞ്ഞത്? അപ്പം മുല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, എൻ്റെ വീടിൻ്റെ അകത്ത് വെച്ചാണ് താക്കോല് നഷ്ടപ്പെട്ടത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ പരതുന്നത്? അല്ല, ഇവിടെയാണല്ലോ വെട്ടമുള്ളത് എന്ന് പറഞ്ഞു. ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താണ് ഇങ്ങനെയെന്ന്, അല്ലെ? ശരിക്കും നമ്മളിൽ പലരും ഇങ്ങനെ തന്നെയല്ലേ? നമ്മൾ പുറമേ സന്തോഷം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി, ഭയങ്കര സന്തോഷമാണ്. ഇന്ന് എൻ്റെ വീഡിയോയ്ക്ക് 1008 ലൈക്ക് കിട്ടി, ഞാൻ ഹാപ്പി. അടുത്ത ദിവസം വീണ്ടും നിങ്ങൾ ഫോട്ടോ ഇടുകയാണ്, ആരും മൈൻഡ് ചെയ്തില്ല. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ലൈക്ക് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഒരു നല്ല കമൻ്റ് ഇട്ടില്ല. അപ്പോൾ ഉടനെ ചിന്തിക്കും, കണ്ടോ, അവളുടെ ഫോട്ടോയ്ക്ക് എല്ലാം ഞാൻ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, എന്നിട്ട് എൻ്റെ ഫോട്ടോയ്ക്ക് ലൈക്കും ഇല്ല, കമൻറ്റും ഇല്ല, അല്ലേ? അപ്പോൾ ഉടനെ നമ്മുടെ സന്തോഷം താഴേക്ക് പോകും. മറ്റുള്ളവരുടെ അപ്രീസിയേഷനിൽ സന്തോഷിക്കുകയും ആരെങ്കിലും ഇഗ്നോർ ചെയ്യുമ്പോൾ നമ്മൾ വിഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ റിമോട്ട് അവരെ ഏൽപ്പിച്ചേക്കല്ലേ. അവർ ഒരു ഹാപ്പിനെസ് ബട്ടൺ ഞെക്കുമ്പോൾ നമ്മൾ ഹാപ്പി, അവരൊരു സാഡ്നെസ്സിൻ്റെ ബട്ടൺ ഞെക്കുമ്പോൾ നമ്മൾ താഴേക്കും. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ സന്തോഷത്തിനായിട്ട് പുറത്ത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ ശരിക്കും ഉള്ളത്? ജീവിതത്തിൽ വിജയിക്കാത്തതിന് നിങ്ങൾ മറ്റുള്ളവരെ പഴിച്ച് ജീവിക്കുകയാണോ? എനിക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച കിട്ടാത്ത എൻ്റെ ഭർത്താവ് കാരണമാണ്, ആ മനുഷ്യന് ഒരു സപ്പോർട്ടും തരുന്നില്ലെന്നേ. അപ്പുറത്തെ വീട്ടിലെ ബിന്ദുവിൻ്റെ ഭർത്താവിനെ നോക്ക്, ആ മനുഷ്യന് അവളുടെ വിജയത്തിൻ്റെ പിന്നിൽ ആ മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്ത് കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നത്. ഇവിടെ എനിക്ക് എൻ്റെ വിധിയെന്നല്ലാതെ എന്തു പറയാനാ, ഇങ്ങനൊരു ഭർത്താവിനെയാണല്ലോ കിട്ടിയത് എന്നൊക്കെ പലരും പഴിക്കുന്നത് കാണാം. എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയായി, ഇപ്പോൾ ഈ മക്കൾ ചെറുതാണ്, അല്ലെങ്കിൽ ഞാൻ ചെറിയൊരു ഗ്രാമത്തിലാണ് ജീവിക്കുന്ന എക്സ്ക്യൂസുകൾ കണ്ടെത്തി പലപ്പോഴും തൻ്റെ പരാജയത്തിന് കാരണം മറ്റുള്ളവരാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ അവരിലേക്കും ഇവരിലേക്കും ഒക്കെ നോക്കി അവരെയും ബ്ലെയിം ചെയ്ത്, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് ജീവിക്കുന്നതിന് പകരം നിങ്ങളുടെ ഉള്ളിലേക്കും നോക്കി. നിങ്ങൾക്ക് ശരിക്കും ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ഒരു മനുഷ്യർക്കും നിങ്ങളെ തളർത്താൻ പറ്റില്ല. മോശം സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് തകർന്നിരിക്കാതെ നമ്മൾ മുന്നോട്ട് പോയി ആക്ഷൻ എടുക്കുകയല്ലേ വേണ്ടത്, അല്ലെ? നമുക്ക് ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കാനേ പറ്റൂ. പലരെയും ഞാൻ നോക്കുമ്പോൾ പലരും മറ്റുള്ളവരെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കാരണമാണ് എനിക്ക് ലൈഫിൽ വിജയിക്കാൻ പറ്റാത്തത്. നമ്മൾ മറ്റുള്ളവരെ പഴിചാരാൻ ഭയങ്കര ഈസിയാണല്ലേ. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തും നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നിരന്തരം വർക്ക് ചെയ്താൽ നമുക്ക് ഓരോ ലക്ഷ്യങ്ങളും നേടാനായിട്ട് പറ്റും. നിങ്ങൾ ബുക്കിലൊരു ഫ്രഷ് പേജ് എടുത്തിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കി, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നത്. അതുപോലെ സന്തോഷം നിങ്ങൾ പുറമേ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, സക്സസ് നിങ്ങൾ പുറമേ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നിധികുംഭം നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. യഥാർത്ഥ സക്സസ്, യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ വിജയമൊക്കെ നമ്മുടെ ഉള്ളിലാണ്. പലരും അത് തിരയുന്നത് പുറത്താണെന്ന് മാത്രം. പുറത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എനിക്ക് ഇവിടെ നിന്ന് സക്സസ് കിട്ടും, ആൾക്കാർ എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി, ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊത്തോന്ന് താഴെ വീണ് കിടക്കും.
ഇങ്ങനെ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളെപ്പോഴും നമ്മുടെ ആ ഹാപ്പിനെസ് ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്താനായിട്ട് തീരുമാനിക്കുക. എന്ത് വന്നാലും ഞാൻ എൻ്റെ ലൈഫിൽ ഹാപ്പി ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ എടുക്കേണ്ട ഒരു ഡിസിഷനാണ് കേട്ടോ മക്കളെ. ടീച്ചറമ്മ പറഞ്ഞെന്ന പോലെ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് വാക്കൊക്കെ ചെയ്ത് നല്ല ഹാപ്പിനെസ്സിലിരിക്കുകയാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അതുപോലെ കാർത്തിക് സൂര്യയുടെ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചർമ്മയുടെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടൊക്കെ ആ വീഡിയോയുടെ താഴെ എഴുതണം കേട്ടോ. ടീച്ചർമ്മ തീർച്ചയായിട്ടും ആ കമൻസ് ഒക്കെ വായിക്കുന്നതായിരിക്കും. കാര്യം എനിക്ക് ഒരുപാട് സന്തോഷമാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ട്, സ്നേഹം, അതൊക്കെ തന്നെയാണ് എനിക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാനുള്ള ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ആ വീഡിയോയിൽ കാണുന്നിടം വരെ എൻ്റെ മക്കൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റ് ഇട്ടിരുന്നു, ടീച്ചർമ്മ രാവിലെ ജോലിക്ക് പോകാനൊക്കെ ഒരു ഉത്സാഹമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ലവ് യു മക്കളെ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണുന്നിടം വരെയും ടാറ്റ ബൈ ബൈ, ലവ് യു.